ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞ മെയിൽ ഹോർമോണിനെ നാച്ചുറൽ ആയി നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിറ്റ്നസ് മലയാളം. എന്റെ പേര് അജയ്. നിങ്ങൾ സ്ഥിരമായി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് ഒരുപാട് പ്രോട്ടീനുകളൊക്കെ കഴിച്ചിട്ടും പ്രോപ്പർ ആയിട്ടുള്ള മസിൽ ഗെയിൻ ഉണ്ടാവാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കുക. അതുപോലെ തന്നെ അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടുതൽ ബെൽ ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ കണ്ടന്റുകൾ എല്ലാം നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിലില് അതായത് പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. അതുപോലെ തന്നെ ഇത് നമ്മൾ പുരുഷന്മാരിലെ പോലെ തന്നെ സ്ത്രീകളിലും കണ്ടുവരുന്ന വേറൊരു ഹോർമോണാണ് എസ്ട്രോജൻ. അപ്പോൾ പുരുഷന്മാർക്ക് പുരുഷത്വവും സ്ത്രീകൾക്ക് സ്ത്രീത്വം തരുന്ന ഹോർമോണാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോണിനെ നാച്ചുറൽ ആയി നമുക്ക് നമ്മുടെ പുരുഷന്മാരുടെ ശരീരത്തിൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഉടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗത്തേൺ സൈഡിൽ, അതായത് നമ്മുടെ കേരളം ഇല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക പോലുള്ള സൗത്തേൺ സൈഡിൽ നോർമലി നമ്മുടെ ഫുഡ് ഡയറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും നമ്മുടെ ഫുഡിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് സഫീഷ്യന്റ് അല്ല എങ്കിലും നമുക്കൊരു നോർമൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫാറ്റിന്റെ കണ്ടന്റ് തീരെ കുറവായിരിക്കും. കാരണം നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കും. കാര്യം ഫാറ്റ് ഉള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുവോ ഇല്ലെങ്കിൽ നമുക്ക് വണ്ണം വെക്കുവോ അങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ മനഃപൂർവ്വം ഫാറ്റ് ഒഴിവാക്കും. പക്ഷെ ഞാനും അത് തന്നെയാണ് പറയുന്നത്, നമ്മളെ ചീത്തയായിട്ടുള്ള ഫാറ്റ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഗുഡ് ക്വാളിറ്റിയിലെ ഫസ്റ്റ് ക്വാളിറ്റി ഫാറ്റ് എപ്പോഴും നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഈ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, എവിടുന്ന് ബൂസ്റ്റ് ചെയ്യാം, എന്ത് കഴിച്ച് ബൂസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്നാണ് ഞാനത് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ പ്രോട്ടീൻ കഴിച്ചിട്ടോ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടോ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മസിൽ ഗെയിൻ ഉണ്ടാവുന്നില്ല. അപ്പോ ഓർത്തിരിക്കുക, നമ്മുടെ ബോഡിയിലെ ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവൽ ബിലോ ആവറേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് സെക്ഷൽ ഡ്രൈവ് ഇല്ലെങ്കിൽ സെക്ഷൽ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ തടിയുള്ള ആൾക്കാർ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡയറ്റ് ചെയ്തും വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടും അവർക്ക് പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പോഴും ഓർത്തിരിക്കുക ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് നമുക്ക് കുറവാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫാറ്റി ഫുഡ് കഴിച്ചുകൊണ്ടാകുന്ന ഫാറ്റ് അല്ല നമുക്ക് ഇടവേണ്ടത്, ഫാസ്റ്റ് ക്വാളിറ്റി ഫാറ്റ്. ഫാസ്റ്റ് ക്വാളിറ്റി ഫാറ്റ് നമുക്ക് എവിടുന്ന് കിട്ടുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഡെയറി പ്രോഡക്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡെയറി ചില പാലിന്റെ ബൈ പ്രോഡക്ട്സ്, നമ്മുടെ നെയ്യ്, ബട്ടർ, ഗീ, അതുപോലെ തന്നെ പാല്, പിന്നെ വെജിറ്റബിൾ ഓയിൽ, പിന്നെ ലീഫി വെജിറ്റബിൾസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലും എല്ലാം പറഞ്ഞാണ്. ക്യാബേജ് പോലുള്ള ലീഫി വെജിറ്റബിൾസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ടെസ്റ്റോസ്റ്റെറോണിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് അതിൽ നിന്നൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ പഴങ്ങൾ നമുക്ക് ഇവിടെ നാച്ചുറലി കിട്ടുന്ന ഏത്തപ്പഴം അതുപോലുള്ള പഴങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് നമുക്ക് എന്താ പറയാ, നമുക്ക് ഇപ്പൊ കിട്ടാവുന്ന ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫാറ്റ് കിട്ടുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ജിമ്മിൽ പോകുന്നവരെ ഇല്ലെങ്കിൽ അല്ലാതെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു സാധനമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ചിലവ് നിങ്ങൾ ഞെട്ടിപ്പോകും, നമ്മുടെ മുട്ടയുടെ മഞ്ഞ, എഗ് യോക്ക് എന്ന് പറയും. ഈ എഗ് യോക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് അതിനകത്ത് HDL എന്ന് പറഞ്ഞ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്. HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, HDL എന്ന് പറഞ്ഞ കണ്ടന്റ് നമ്മുടെ എഗ് യോക്കിൽ കൂടുതലായിരിക്കും. അപ്പൊ HDL കണ്ടന്റ് ആണ് നമുക്ക് ടെസ്റ്റോസ്റ്റെറോണിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം നമ്മുടെ എഗ് യോക്കിലായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കാണുക. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ ഇല്ലെ ഗുഡ് ക്വാളിറ്റി കൊളസ്ട്രോൾ എന്നാണ് നമ്മുടെ എഗ് യോക്കിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു 3-4 എഗ് യോക്ക് കഴിക്കണമെന്നല്ല പറയുന്നത്. വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ഒരു മുഴുവൻ മുട്ടയും കഴിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ എഗ് യോക്കിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് ഗുഡ് ക്വാളിറ്റി ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഡയറ്റിൽ ഇതുപോലുള്ള സാധനങ്ങൾ മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവല് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും
ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ, സ്കിപ്പ് ചെയ്ത് പോകരുത്. ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടെസ്റ്റോസ്റ്റെറോണിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ലെഗ് വർക്കൗട്ട്, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ് പോലുള്ള വർക്കൗട്ടുകൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ടെസ്റ്റോസ്റ്റെറോണിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഇതുപോലുള്ള വർക്കൗട്ടുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ഏതായാലും എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കരുത്. അപ്പൊ പുതിയൊരു കണ്ടന്റുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ദെൻ.